ഓം ശ്രീനാരായണ പരമഗുരവേ നമ. എത്രയും സ്നേഹമുള്ള ഗുരുദേവ ഭക്തരെ, ദേവീ ഭക്തരെ, ശ്രീനാരായണ പരമഹംസരുടെ പാദസ്പർശത്താൽ അനുഗ്രഹീതമാണല്ലോ മംഗലത്തുകോണം എന്ന നമ്മുടെ നാട്. ആ നാടിൻ്റെ അറിവിൻ്റെ വിളക്കായി ഗുരുദേവൻ പുനരവതരിച്ച ഒരു കഥയുണ്ട്. ഞാനത് പറയാം. മഹാഗുരുവിനെ അറിയണമെങ്കിൽ ഗുരുദേവ കൃതികൾ പഠിക്കാതെ വേറെ കുറുക്കു വഴികളില്ല എന്ന് പ്രൊഫസർ MK സാനുവിനെ പോലുള്ള മഹത്തുക്കൾ പറഞ്ഞത് ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിക്കുന്നു. ഈ ചിന്ത ഈ നാട്ടിലെ ചില സുമനസ്സുകളിൽ ശക്തമായി ഉദയം ചെയ്യുകയും അതിനുവേണ്ട അന്വേഷണങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ആ അന്വേഷണം കുന്നമ്പാറ ക്ഷേത്രത്തിലെ ഗുരുദേവ സന്നിധിയിലും എത്തി. മഹാഗുരു സശരീരനായി അനുകമ്പാമൂർത്തിഭാവത്തോടെ നമ്മെ നോക്കിയിരിക്കുന്ന ഒരു സുന്ദര ചിത്രമുണ്ടവിടെ. ആ ചിത്രത്തിലെ യോഗ നയനങ്ങളിലേക്ക് നോക്കി തികഞ്ഞ ഭക്തിയോടെ ഞങ്ങൾ പ്രാർത്ഥിച്ചു, ഗുരുവേ ദേവാ, ഞങ്ങൾക്ക് ഒരു ഗുരുദേവ കൃതി പഠന ക്ലാസ് തുടങ്ങാൻ സാധിക്കണേ എന്ന്. ആ പ്രാർത്ഥന ഫലിച്ചത് പിന്നത്തെ ചരിത്രം. ഒരു സത്യം പറയട്ടെ, മഹാഗുരുവിനെ സംശയത്തോടെ സമീപിക്കരുത്. അടിയുറച്ച വിശ്വാസത്തോടെ, തികഞ്ഞ ഭക്തിയോടെ, പൂർണ്ണ മനസ്സോടെ ഗുരുവിനെ വിളിക്കൂ. നമ്മുടെ അവലാദികളും ആവശ്യങ്ങളും നമ്മെക്കാൾ ഗുരുവിന് നന്നായി അറിയാം. ഗുരു അത് തീർച്ചയായും സാധിച്ചു തരും. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് തന്നെ ഫലമുണ്ടായി. ഈ സന്ദർഭത്തിലാണ് ഗുരുവിൻ്റെ സന്ദേശവാഹകൻ്റെ രൂപത്തിൽ കേരള സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിൽ ചെമ്പഴന്തിയിൽ പ്രവർത്തിച്ചു വരുന്ന ശ്രീനാരായണ അന്തർദേശീയ പഠന തീർത്ഥാടന കേന്ദ്രത്തിലെ ഡയറക്ടറായ പ്രൊഫസർ ശിശുപാലൻ സാർ രംഗത്ത് വരുന്നത്. ഇവിടെ ഒരു ഗുരുദേവ പഠന ക്ലാസ് തുടങ്ങാനുള്ള സന്നദ്ധത അദ്ദേഹം നമ്മുടെ SNDP ശാഖാ ഭാരവാഹികളെ അറിയിക്കുകയുണ്ടായി. ശാഖാ ഭാരവാഹികൾ അവസരത്തിനൊത്ത് ഉയരുകയും ക്രിയാത്മകമായ ചർച്ചകളിലൂടെ ക്ലാസ് തുടങ്ങാനുള്ള തീരുമാനമെടുക്കുകയും ചെയ്തു. ഇത്തരുണത്തിൽ പ്രൊഫസർ ശിശുപാലൻ സാർ എന്ന അടിയുറച്ച ഗുരുഭക്തനെ, തികഞ്ഞ ശ്രീനാരായണീയനെ, ശ്രീനാരായണ ധർമ്മ പ്രചാരകനെ, സർവോപരി പ്രതിഭാശാലിയായ ഒരു സംഘാടകനെ നാം നന്ദിയോടെ സ്മരിക്കുന്നു. ക്രാന്തദർശിയായ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ 2024 ജനുവരി 14 ശ്രീനാരായണ ഗുരു കൃതി പഠന ക്ലാസിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നടന്നു. പ്രസിദ്ധ ഗുരുദർശന പ്രഭാഷകനും കേരള സർവകലാശാല ശ്രീനാരായണ അന്തർദേശീയ പഠന ഗവേഷണ കേന്ദ്രം ഡയറക്ടറുമായ പ്രൊഫസർ ശ്രീ MA സിദ്ധി സാർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. തുടർന്നുള്ള ഞായറാഴ്ചകളിൽ ഉച്ചയ്ക്ക് 3 മണി കഴിഞ്ഞ് 30ഓളം പഠിതാക്കളുമായി ഗുരുദേവ കൃതികളുടെ പഠനം ആരംഭിച്ചു. മഹാഗുരുവിൻ്റെ സർവലോക പ്രാർത്ഥനാഗീതമായ ദൈവദശകം പഠന ക്ലാസിൻ്റെ ആദ്യ കൃതിയായി നിശ്ചയിച്ചു. ആ കർമ്മം നിർവഹിക്കാനായി പ്രസിദ്ധ ഗുരുധർമ്മ പ്രചാരകനായ പ്രൊഫസർ ചന്ദ്രബാബു സാറിനെ ലഭിച്ചു. തുടർന്ന് ചിട്ടയോടെയും ഘട്ടം ഘട്ടവുമായുള്ള ഗുരുദേവ കൃതികളുടെ അനാവരണമാണ് സംഭവിച്ചത്. അതിലേക്കായി ഒരു കൂട്ടം പ്രഗത്ഭരായ അധ്യാപകരെ മഹാഗുരു തന്നെ നിശ്ചയിച്ച് ഇങ്ങോട്ട് നിയോഗിക്കുകയായിരുന്നു. ആ അനുഗ്രഹീതരായ ഗുരുജനങ്ങളെ നിങ്ങളുടെ അറിവിലേക്കായി പരിചയപ്പെടുത്താം. ശ്രീ ആനാവൂർ മുരുകൻ സർ, കോലത്തുകര മോഹനൻ സർ, ശ്രീമതി കവിത ടീച്ചർ, ശ്രീ ദിലീപ് സാർ, ശ്രീ സജീവ് കൃഷ്ണൻ സാർ, ശ്രീ സുമേഷ് കൃഷ്ണൻ സാർ, ശ്രീമതി സുനി ടീച്ചർ, ശ്രീമതി രാജലക്ഷ്മി ടീച്ചർ, മലയാലപ്പുഴ സുധൻ സാർ, ശ്രീമതി സരോജിനി ടീച്ചർ, ശ്രീമതി ഗീതാകുമാരി ടീച്ചർ, ശ്രീ നന്ദകുമാർ സാർ, ശ്രീമതി മിനി ടീച്ചർ, ശ്രീമതി ജമീല പ്രകാശം തുടങ്ങിയ ഗുരുജനങ്ങളെ സ്നേഹാദരങ്ങളോടെ സ്മരിക്കുന്നു. ഇവരുടെയൊക്കെ സഹായത്തോടെ ഏകദേശം 30ഓളം ഗുരുകൃതികളിലേക്കൊരു തിരനോട്ടം നടത്താൻ ഞങ്ങൾക്ക് സാധിച്ചു. ഇനി ഒന്ന് പറഞ്ഞോട്ടെ, ഗുരുദേവ കൃതികളെന്ന് പറഞ്ഞാൽ വേദ ഉപനിഷത്ത് സാരാംശങ്ങളെ അക്ഷരച്ചിമിഴുകളിൽ ആവാഹിച്ചു വെച്ച മന്ത്രങ്ങളാണെന്നാണ് ഗുരുനാഥന്മാർ നമ്മെ പഠിപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ ആ വേദമന്ത്രധ്വനികളുടെ അലയൊലികൾ നമ്മുടെ ക്ഷേത്രത്തെയും ക്ഷേത്ര അന്തരീക്ഷത്തെയും ഒരു ദേവയജ്ഞസ്ഥാനം പോലെ പരിവർത്തനപ്പെടുത്തി. തങ്കത്തിരുമുടിയാൽ പ്രശോഭിതമായ നമ്മുടെ ദേവീക്ഷേത്രത്തിലെ ഉപദേവതാസ്ഥാനങ്ങൾ എല്ലാം ചെമ്പോലകളാൽ അലങ്കൃതമായി ദേവീഹിതപ്രകാരം ക്ഷേത്രാചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൃത്യമായി ആചരിക്കുന്ന ഒരു തന്ത്രിമുഖ്യനെയും മേൽശാന്തിയെയും ശാന്തിയെയും നമുക്ക് ലഭിച്ചു. നമ്മുടെ ക്ഷേത്രത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റിമറിച്ച വടക്കേ നടയിലെ നടപ്പന്തൽ, ആ നടപ്പന്തൽ നേർച്ചയായി സമർപ്പിച്ച ശ്രീ രവീന്ദ്രൻ അവർകളെ നന്ദിപൂർവ്വം സ്മരിക്കുന്നു.
ഈ നടപ്പന്തലുമായി ബന്ധപ്പെട്ട് മറ്റൊരു അത്ഭുതം കൂടെ സംഭവിച്ചു. നടപ്പന്തലിൻ്റെ ഔപചാരിക ഉദ്ഘാടനം നടക്കുന്നതിന് മുമ്പ് ആ പന്തലിൽ വെച്ച് തന്നെ ഗുരുകൃതി പാഠശാലയുടെ 1-ാം വാർഷിക ചടങ്ങ് അതിഗംഭീരമായി നടത്താൻ സാധിച്ചു. ഇതിൽ നിന്ന് നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? വാർഷികാഘോഷ ചടങ്ങുകൾക്കായി മഹാഗുരു തന്നെ ഒരു വേദി സൃഷ്ടിച്ച് നമുക്കായി നൽകി എന്ന് സത്യമായി വിശ്വസിക്കാനാണ് നമുക്കിഷ്ടം. 1-ാം വാർഷികാഘോഷ പരിപാടികൾ 2025 ഫെബ്രുവരി 11-ാം തീയതി കേരള സാംസ്കാരിക വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ തന്നെ ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. പ്രസ്തുത സമ്മേളനത്തിൽ പ്രൊഫസർ M.A. സിദ്ദീഖ്, ശിശുപാലൻ സാർ, MLA വിൻസെൻ്റ്, SNDP ശാഖ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ കാലഘട്ടത്തിൽ സമാന്തരമായി ക്ഷേത്രാന്തരീക്ഷത്തെ ഭക്തിസാന്ദ്രമാക്കിക്കൊണ്ട് ചിട്ടയോടെ ലളിതാ സഹസ്രനാമ പാരായണം, ദേവി മഹാത്മ്യ പാരായണം, നാരായണീയ പാരായണം, രാമായണ പാരായണം തുടങ്ങിയ ആചരണങ്ങൾ നടത്തപ്പെട്ടിരുന്നു. ഈ മന്ത്രജപങ്ങളുടെയും പാരായണങ്ങളുടെയും സാന്ദ്ര ലയധ്വനികൾ അരയാലും ചെമ്പകവും ഏഴിലമ്പാലയും ചുറ്റപ്പെട്ട നമ്മുടെ ദേവീക്ഷേത്രത്തിൻ്റെയും ഗുരുക്ഷേത്രത്തിൻ്റെയും അന്തരീക്ഷത്തെ ഒരു ദേവലോകമാക്കി മാറ്റിയിരിക്കുകയാണ്. കൂടാതെ എല്ലാ മലയാള മാസത്തിലെയും ചതയം നാളിൽ ഗുരുദേവ കൃതി പഠിതാക്കളുടെ നേതൃത്വത്തിൽ ചതയപൂജ അതിഗംഭീരമായി നടത്തുകയും അതോടൊപ്പം ഗുരുകൃതികളുടെ പാരായണവും സംഘടിപ്പിക്കുന്നുണ്ട്. ഗുരുദേവ ജയന്തിയും മഹാസമാധി ദിനവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളും ശിവഗിരി മാർഗനിർദ്ദേശപ്രകാരം തന്നെ കൃത്യമായി നടത്തിവരുന്നു. നമ്മെ ഏറെ ആഹ്ലാദിപ്പിച്ച മറ്റൊരു കാര്യം പറഞ്ഞോട്ടെ. പഠന ക്ലാസിൻ്റെ 1-ാം വാർഷികാഘോഷങ്ങൾക്ക് ശേഷം നമ്മുടെ ക്ലാസ്സിനെക്കുറിച്ചുള്ള നല്ല വാർത്തകൾ സമീപ ശാഖകളിലേക്കും യൂണിയനുകളിലേക്കും ഒക്കെ വ്യാപിക്കുകയുണ്ടായി എന്ന സത്യം നമുക്കേറെ ചാരിതാർത്ഥ്യം നൽകിയിരുന്നു. ഈ പശ്ചാത്തലത്തിൽ നമ്മുടെ ഒരു അഭ്യുദയകാംക്ഷിയും മാർഗദർശിയുമായ ഗുരുവീക്ഷണം പത്രാധിപർ ശ്രീ ശിവബാബു നമ്മുടെ SNDP ഭാരവാഹികളെ കാണുകയും ഇവിടെ ഒരു ശ്രീനാരായണ ദിവ്യ പ്രബോധന യജ്ഞം നടത്തേണ്ടതിൻ്റെ ആവശ്യകതയെയും സാധ്യതയെയും കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തു. SNDP ഭാരവാഹികളെ അത് ബോധ്യപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ പ്രബോധന യജ്ഞം നടത്താനുള്ള തീരുമാനം എടുക്കുകയും 3 ദിവസം നീണ്ടു നിൽക്കുന്നതും വലിയൊരു തുക ആവശ്യമായി വരുന്നതുമാണ് പ്രസ്തുത ചടങ്ങ്. SNDP ശാഖയുടെ സാമ്പത്തിക സ്ഥിതി ഭദ്രമല്ലാത്തതിനാൽ ഗുരുകൃതി പഠിതാക്കൾ തന്നെ ഒറ്റക്കെട്ടായി മുന്നിട്ടിറങ്ങുകയും ആവശ്യമായ തുക സമാഹരിക്കാൻ പ്രതിജ്ഞയെടുക്കുകയും ചെയ്തു. ഈ സന്ദർഭത്തിൽ മഹാഗുരു നമ്മോട് കാട്ടിയ ഒരു അനുകമ്പയുടെയും സ്നേഹത്തിൻ്റെയും അത്ഭുത കഥ കൂടെ പറയണം. ദിവ്യ പ്രബോധന യജ്ഞം തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം രാത്രി യജ്ഞവേദിയിൽ വയ്ക്കാനായി ഒരു വലിയ ഗുരുദേവ ചിത്രം ആവശ്യമായി വന്നു. അത്രയും വലിയൊരു ചിത്രം നമ്മുടെ കൈവശം ഇല്ലായിരുന്നു. അപ്പോഴാണ് കുന്നമ്പാറ ക്ഷേത്രത്തിലെ ഗുരുമന്ദിരത്തിലെ വലിയ ഗുരുദേവ ചിത്രത്തിൻ്റെ ഓർമ്മ വന്നത്. ഒരു പ്രതീക്ഷയുമില്ലാതെ അന്ന് രാത്രി അവിടുത്തെ മഠാധിപതി ശ്രീമദ് ബോധിതീർത്ഥ സ്വാമികളെ വിളിച്ചു. ആവശ്യം പറഞ്ഞപ്പോൾ ഒരു മടിയും കൂടാതെ ആ ചിത്രം നമ്മുടെ കൈവശം തന്നയച്ചു. അതേ ചിത്രത്തെ നോക്കിയാണ് 1.5 വർഷം മുമ്പ് ഞങ്ങൾ ഗുരുദേവ പഠന ക്ലാസ് തുടങ്ങാൻ സാധിക്കണേ എന്ന് പ്രാർത്ഥിച്ചത്. പ്രബോധന യജ്ഞങ്ങളിലും പങ്കെടുത്ത ബോധിതീർത്ഥ സ്വാമികൾക്ക് നമ്മുടെ പ്രണാമവും നന്ദിയും അറിയിക്കുന്നു. ഇനി പ്രബോധന യജ്ഞത്തിലേക്ക് തിരിച്ചു വരാം. ആ ദിവ്യ യജ്ഞത്തിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചത് മഹാഗുരുവിൻ്റെ ഈ കാലഘട്ടത്തിൻ്റെ പ്രതിപുരുഷൻ ശ്രീമദ് സച്ചിദാനന്ദ സ്വാമികൾ. സച്ചിദാനന്ദ സ്വാമികൾക്കൊപ്പം ശിവഗിരിയിലെ സന്യാസിമാരും പങ്കെടുത്തു. 18/7/25 മുതൽ 20/7/25 വരെയുള്ള തീയതികളിൽ 3 ദിവസങ്ങളിലായി നീണ്ടുനിന്ന യജ്ഞം. മഹാഗുരു രചിച്ച ഹോമമന്ത്രത്തോടെ ആരംഭിച്ച ചടങ്ങുകൾ സർവൈശ്വര്യ പൂജയിലൂടെ വളരുകയും ഗുരുദർശന രഹനയുടെ പ്രഭാഷണത്തിലൂടെ മുന്നേറുകയും ശിശുപാലസ്വാമിയുടെ മന്ത്രോച്ചാരണങ്ങളുടെ അകമ്പടിയോടെയും സച്ചിദാനന്ദ സ്വാമികളുടെ അനുഗ്രഹ പ്രഭാഷണത്തിൻ്റെ ചാതുര്യവും ഭക്തിസാന്ദ്രതയും സമന്വയിച്ച മാന്ത്രിക തലത്തിലേക്ക് നമ്മെ കൈപിടിച്ചുയർത്തിയ അന്തരീക്ഷം. മാനസ ജപ ലഹരിയിൽ നമ്മെ ആറാടിച്ച 3 ദിനങ്ങൾ. ഈ യജ്ഞത്തിൻ്റെ മുഖ്യ സാന്നിധ്യമായി ഗുരുകൃതി പഠിതാക്കൾ അണിനിരന്നു. നമ്മുടെ നാട്ടുകാരെ കൂടാതെ മറ്റു ശാഖകളിൽ നിന്നും മറ്റു ജില്ലകളിൽ നിന്നും നൂറുകണക്കിന് ഭക്തജനങ്ങൾ ഈ യജ്ഞത്തിന് സാക്ഷ്യം വഹിച്ചു. നമ്മുടെ ഗുരുജനങ്ങളും ഈ യജ്ഞത്തിന് സന്നിഹിതരായിരുന്നു, ഞങ്ങളെ അനുഗ്രഹിച്ചു. ദിവ്യ പ്രബോധന യജ്ഞം വൻ വിജയമാക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച ശ്രീമദ് സച്ചിദാനന്ദ സ്വാമികൾക്കും അനുയായികൾക്കും SNDP ശാഖാ ഭാരവാഹികൾക്കും ഗുരുഭക്തന്മാർക്കും നല്ലവരായ നാട്ടുകാർക്കും ഗുരുകൃതി പഠിതാക്കളുടെ നന്ദിയും കടപ്പാടും അറിയിക്കട്ടെ.
ഒരു പ്രധാന കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ ക്ഷേത്രത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റിമറിക്കുന്ന കിഴക്കേ നടയിലെ മുഖമണ്ഡപത്തിൻ്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. അതിലേക്കായി നമ്മൾ ഏവരുടെയും ആളായും അർത്ഥവുമായുള്ള സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുന്നു. നാം ഗുരുകൃതി പഠിതാക്കൾ ഗുരുദേവ കൃതികൾ പഠിച്ചാൽ മാത്രം പോരാ, മറിച്ച് മഹാഗുരുവിൻ്റെ ചരിത്രമുറങ്ങുന്ന പാദസ്പർശമേറ്റ ഗുരു നട്ടുനനച്ച ഫലവൃക്ഷലതാദികളുടെ അവശേഷിപ്പുകളുള്ള ഗുരുകൃതികളുടെ സൃഷ്ടികൾ നടന്നതുമായ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുക കൂടി വേണമെന്ന് നമ്മുടെ ഗുരുജനങ്ങൾ നിർദ്ദേശിക്കുകയുണ്ടായി. അങ്ങനെ ഒരു തീർത്ഥാടനത്തിൻ്റെ നാന്ദിയായി ശിവഗിരി യാത്ര നിശ്ചയിക്കുകയും ചെയ്തു. നമ്മുടെ ഗുരുകൃതി പഠന ക്ലാസ് 1.5 വർഷം പിന്നിട്ട സാഹചര്യത്തിൽ ഇക്കഴിഞ്ഞ 26/10/25 നാം സംഘടിപ്പിച്ച് പ്രാവർത്തികമാക്കിയ ഹ്രസ്വ തീർത്ഥയാത്രയാണെങ്കിലും അതൊരു ബൃഹത് സംരംഭമായിരുന്നുവെന്ന് പങ്കെടുത്ത നമ്മൾ ഓരോരുത്തർക്കും ബോധ്യമായല്ലോ. നമ്മൾ പല പ്രാവശ്യം മുമ്പ് പോയിട്ടുള്ളതാണെങ്കിലും കോലത്തുകരയും ശിവഗിരിയും ചെമ്പഴന്തിയുമൊക്കെ നവ ആധ്യാത്മിക അനുഭൂതികളായി നമുക്ക് അനുഭവപ്പെട്ടു. 2 ബസ്സുകളിലായി 80ഓളം പഠിതാക്കളും മറ്റു ഭക്തജനങ്ങളും യാത്രയിൽ പങ്കെടുത്തു. ഗുരുദേവ കൃതികളുടെ ആലാപനത്താൽ 2 ബസ്സും ഭക്തിസാന്ദ്രമായിരുന്നു. ഭക്തി എന്നത് പ്രകടനമല്ലെന്നും മറിച്ച് അത് നമ്മിലേക്ക് വന്ന് പതിക്കേണ്ട ഈശ്വര ചൈതന്യ കണങ്ങളുടെ വർഷമായിരിക്കണമെന്നും നമുക്ക് ബോധ്യമായി. ആ യാത്രയിൽ അനേകം സന്യാസ ശ്രേഷ്ഠന്മാരെയും ഗുരുധർമ്മ പ്രചാരകരെയുമൊക്കെ നമുക്ക് കാണാനും അവരുടെ അനുഗ്രഹാശിസ്സുകൾ ലഭിക്കാനുമുള്ള അവസരമുണ്ടായി. നമുക്ക് താങ്ങും തണലും ശക്തിയുമായി നമ്മോടൊപ്പം ഉണ്ടായിരുന്ന നമ്മുടെ പ്രിയ ഗുരുനാഥൻ ശ്രീ കോലത്തുകര മോഹൻ സാറിനെയും ഗുരുവീക്ഷണം മാസിക പത്രാധിപർ ശ്രീമാൻ ശിവബാബു അദ്ദേഹത്തെയും നന്ദിപൂർവ്വം സ്മരിക്കുന്നു. ഗുരുദേവ സമാധിപീഠ ദർശനവും ശിവഗിരീശ്വരി ശാരദാംബ ദർശനവും മഹാഗുരുവിൻ്റെ നന്ദികേശ്വരൻ ശ്രീമദ് ബോധാനന്ദ സ്വാമി സമാധിപീഠ ദർശനവും ഏറെ ഭക്തി സാന്ദ്രമായി. അതോടൊപ്പം അമൂല്യമായ മറ്റൊരു ദർശനത്തെപ്പറ്റി പറയാതിരിക്കാൻ വയ്യ. മഹാഗുരുവിൻ്റെ സന്യസ്ത ശിഷ്യന്മാർക്കൊപ്പം നിൽക്കാൻ നമുക്കിന്ന് ജീവിച്ചിരിപ്പുള്ള ചുരുക്കം ചില സന്യാസിമാരിൽ ഏറെ പ്രധാനിയാണ് ശ്രീ നാരായണ ഗുരുകുലം മഠാധിപതിയും ശ്രീ നടരാജ ഗുരുവിൻ്റെ ശിഷ്യനുമായ ശ്രീ മുനി നാരായണ പ്രസാദ് സ്വാമികൾ. ആ മഹാത്മാവിൻ്റെ ദർശനവും അനുഗ്രഹവും ഗുരുകൃതി പഠിതാക്കൾക്ക് എന്ന നിലയിൽ നമുക്ക് ലഭിച്ച ഏറ്റവും അമൂല്യമായ ഒരു അനുഭവമായിരുന്നു. നമ്മുടെ തീർത്ഥയാത്രയോടൊപ്പം ശക്തമായ പിന്തുണയോടെ അനുഗമിച്ച SNDP ഭാരവാഹികൾക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ എല്ലാ ഗുരുകൃതി പാഠശാല പഠിതാക്കൾക്കും അഭ്യുദയകാംക്ഷികൾക്കും മറ്റെല്ലാ ഗുരുദേവ ഭക്തർക്കും ഗുരുദേവ പഠന ക്ലാസിൻ്റെ പേരിലും ഉള്ള നന്ദിയും കടപ്പാടും കൃതജ്ഞതയും രേഖപ്പെടുത്തുന്നു. കൂടാതെ നമ്മുടെ തീർത്ഥയാത്രയിലെ അപൂർവ ദൃശ്യങ്ങളെ കോർത്തിണക്കി മനോഹരമായ ഒരു വീഡിയോ തയ്യാറാക്കിയ പഠന ക്ലാസ്സിലെ ഐശ്വര്യയ്ക്ക് നമ്മുടെ പ്രത്യേക അഭിനന്ദനവും നന്ദിയും അറിയിക്കുന്നു. ഈ ശബ്ദ സന്ദേശത്തോടൊപ്പം ആ വീഡിയോയും ഉൾപ്പെടുത്തുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ശ്രീ നാരായണ ധർമ്മവും ദേവീ ധർമ്മവും വിജയിക്കട്ടെ.
ദൈവമേ കാത്തുകൊള്ളുകങ്ങ്, കൈവിടാതിങ്ങു ഞങ്ങളെ. നാവികന്നി ഭവാഭിക്കോരാവിവൻ തോണി നിൻ പദം. ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയ നിന്നിടും ദൃക്കു പോലുള്ളം നിന്നീല സ്പന്ദമാകണം. നാടകമാടുമരും പൊരുളേ പൊരുളെന്നു മുടമ്പൊടു മക്കളുയർന്നു വിതൊക്കെയനക്കരം കരളീന്നു കരഞ്ഞു കരും കടലിൽ ഉരളാകെ പൊലിഞ്ഞു പിടിപ്പതു നീ പിടിപെട്ടു പുരണ്ടു മറിഞ്ഞു കിണ കുടിയിൽ കുടികൊണ്ടു ഗുണങ്ങളൊടും. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ. ധന്യരാക്കുന്ന നീയൊന്നു തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയുമെന്നുള്ളിലാകണം. നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും. നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. നീയല്ലോ മായയും മായാവിയും മായാവിനോദനും. നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും. പിടിക്കുള്ളടക്കി കൊടുക്കും വയറ്റിനടി കോമന പൂമണി പട്ടൊടുത്ത് അമ്മുടിച്ചിക്ക് കച്ചപ്പുറം വെച്ചിറക്കി കടിക്കാമ വണ്ടി കുടത്തി നഴിഞ്ഞ